ഹായ് ഗായ്സ്, എല്ലാ അച്ഛന്മാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ 9ാമത്തെ ദിവസമായിട്ട് 9ാമത്തെ ദിവസം നമ്മളിപ്പോൾ ഉള്ളത് ഹരിയാനയിലാണ് കേട്ടോ. അന്നേരം രാത്രി ഹരിയാനയിൽ കയറി നമുക്ക് പെട്ടെന്ന് വർത്താനം പറയാൻ കഴിയുള്ളൂ. തണുപ്പുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മൂക്കൊക്കെ ചോദിക്കണുണ്ടോ, ഭയങ്കര തണുപ്പ്. ഇവിടെ ഭയങ്കര പുക കേട്ടോ. സിഗരറ്റ് വലിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ ഉള്ളവർക്ക്. ഭയങ്കര പുകയാണല്ലാതെ തന്നെ ആകാണ്ട് ഇല്ലാണ്ടായി സത്യം പറഞ്ഞാൽ. തണുപ്പൊക്കെ കൂട്ടത്തോടെ തണുപ്പാട്ടോ. ഇവിടുത്തെ ക്ലൈമറ്റ് രാവിലെ തന്നെ അവിടെ കോട അങ്ങനെ അടിച്ച് കയറാം കേട്ടോ. അവിടെ സൂര്യൻ്റെ ദിക്കാണ്. ഒരു അടിപൊളി പാടാട്ടോ. ഇത് മറ്റേ വിൻ്റർ ക്രസ് പറഞ്ഞിട്ടുള്ളൊരു ചെടിയാട്ടോ. അത് നമ്മുടെ നാട്ടിൽ ചീരൊക്കെ ആയിട്ട് പകരം ഉപയോഗിക്കുന്ന സംഭവമാണ്. ഈ തണുപ്പത്ത് മാത്രം ഉണ്ടാവുന്ന ഇതാണ്. അതുകൊണ്ട് പേരിൽ തന്നെ വിൻ്റർ എന്ന് വന്നിട്ടുണ്ട്, വിൻ്റർ ക്രസ്. അപ്പോൾ ഇന്നലെ നമ്മൾ കിടന്നുറങ്ങിയ സ്ഥലം പറയുന്നത് ഈ ബിൽഡിംഗ് ആട്ടോ. ഇത് ഈ ചെറിയൊരു ബിൽഡിങ്. ഈ സംഭവം എന്താണ്, ഒരു മന്ദിരമൊക്കെ മാതിരിയാണ്, ഒരു അമ്പലം പോലെ. പിന്നെ അമ്പലമല്ല, എന്തൊരു പണിസ്ഥലത്തിന് വേണ്ടി ഉണ്ടാക്കിച്ചെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഈ കട്ടിൽമേലാണ് നമ്മൾ ഇന്നലെ കടന്നുറങ്ങിയത്. ഈ കട്ടിൽമേൽ നമ്മൾ സ്ലീപ്പിംഗ് ബാഗ് വെച്ചിട്ടാണ് കടന്നുറങ്ങി. സംഭവം നൈസായിരുന്നു. പിന്നെ നമുക്ക് ഇന്നലെ ഇവിടെ കിടക്കാം. അവർ നമുക്ക് തന്ന ആൾക്കാർ പെട്രോൾ പമ്പത്തെ ആൾക്കാർ കേട്ടോ. അവരാണ് നമ്മളോട് ഇന്നലെ ഇവിടെ കടന്നോളി എന്ന് പറഞ്ഞോളൂ. ആദ്യം പമ്പിൻ്റെ ഫ്രണ്ടിൽ കിടക്കാനാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞു ഇവിടെ കടന്നോളി പറഞ്ഞു. ഇവിടെ കുറച്ചുകൂടി സൗകര്യം ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രിയോടെ കയറിയപ്പം ഒറ്റ പള്ളിയില്ല. നമ്മൾ ഇവിടുത്തെ ഒരു ഹൈവേ ഉണ്ട്, ഒരു മുട്ടന ഹൈവേ, ഭയങ്കര വലിയ ഹൈവേ ആണ്. ആ ഹൈവേൻ്റെ സൈഡിൽ എവിടെയും പള്ളിയില്ല, പമ്പും ഇല്ല. ഇതിപ്പോൾ ഒരുപാട് ഉള്ളിലേക്ക് കയറിയിട്ടാണ് ഈ സ്ഥലം കണ്ടത് തന്നെ. അപ്പോൾ ഇനി നമുക്ക് ഇന്ന് തന്നെ ഹരിയാന എങ്ങനെയും കത്തിച്ച് വിടണം, എന്നാലേ ഒരു കിടന്നുറങ്ങാൻ തന്നെ സ്ഥലം കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാം കേട്ടോ. ഗായ്സ്, നമ്മൾ ഇന്നലെ കിടന്നുറങ്ങിയ പെട്രോൾ പമ്പിൽ മുതലാളിയാണ് കേട്ടത്. വീട്ടിൽ കാട്ടി കൊടുത്താൽ മൂപ്പര നമുക്ക് ഇവിടെ ഇന്നലെ ഒറ്റടിക്ക് സമ്മതിച്ചു കേട്ടോ. നമ്മൾ ഓൾ ഇന്ത്യ ട്രിപ്പ് പോവുകയാണ്, കാശ്മീർ പോവുകയാണ്. അപ്പോൾ പറഞ്ഞ് ഒറ്റടിക്ക് കയറി കടന്നോളി പറഞ്ഞിട്ടുള്ള മൂപ്പര് ഭയങ്കര സപ്പോർട്ട് കേട്ടോ. നമ്മൾ സാധനങ്ങൾ പോകാതിരിക്കാൻ വേണ്ടി ബാക്കിൽ ഹെൽമെറ്റും കാര്യങ്ങളും വെക്കാൻ വേണ്ടി റൂം വന്ന്, പിന്നെ അതുപോലെ തന്നെ ഓപ്പോസിറ്റ് അടിപൊളി റൂം വന്ന്, പിന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ചൂടുവെള്ളം തിളപ്പിച്ച് തന്നു. അങ്ങനെ ഒരുപാട് ഉപകാരങ്ങൾ മൂപ്പർ ചെയ്തു കേട്ടോ. थैंक यू। थैंक्स। मोबाइल ले लेना अपना चार्जर इसकी और बना दे भाई, तेरी इस चैनल पे फोटो आएगी फिर। जम्मू कश्मीर ले जाए छोड़ दियो मन ने हमारे चैनल सब्सक्राइब कर दिया? हाँ, कल आएगा वीडियो, कल आएगा। നമ്മളങ്ങനെ പെട്രോൾ പമ്പിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഒരു ചായ അടിച്ചാൽ കയറിയതാണ്. ഇവിടെയാണ് ഈ പാത്രം കക്കലും കൂടി ഇല്ലയെന്ന് പറഞ്ഞത്. നിലത്തെ പാത്രം ചുയറ്റി നമ്മൾ ഒഴിവാക്കുമല്ലോ വെള്ളം, അത് ഒഴിവാക്കിയില്ല. അതിക്ക് കുറച്ച് ചൂടുവെള്ളം അല്ല കുറച്ച് പച്ചവെള്ളം പറഞ്ഞാണ്ട് അയിമൺ തിളപ്പിച്ച് പിന്നെ അതെ ഉണ്ടാക്കണ കാണിച്ചു കൊടുക്കാം. ഗ്ലാസിൻ്റെ വലിപ്പം കൂടിയാണ് കേട്ടോ. ഗ്ലാസിൻ്റെ വലിപ്പം കൂടി, ഹരിയാനയിലത്തെ ഒന്നുപാടി വലിപ്പം കൂടി ഗ്ലാസ്. പിന്നെ ഗ്ലാസിൻ്റെ വലിപ്പം കൂടാതെ കാരണം തൽക്കാലം സീക്രട്ടായി നിന്നത്. അതായത് ഇവിടെ ഗ്ലാസ് ഇല്ല. അതായത് ഈ നാട്ടിൽ മീൻസ് മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലൊന്നും ഗ്ലാസ് നിരോധിച്ചിരുന്നു. അതായത് പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലാസ് ഒന്നും നിരോധിച്ചിരിക്കണ്. അപ്പോൾ അവിടെ ഉള്ള ആകെ കിട്ടുന്ന ഗ്ലാസ് പറഞ്ഞാൽ കാവ് ഗ്ലാസ്സാണ്, ചെറിയ ഗ്ലാസ്. അപ്പോൾ ഇത്രയും വലിയ സംസ്ഥാനത്തിലൊന്നും ഗ്ലാസ് ഇല്ല പറഞ്ഞാൽ ഏറ്റവും വലിയ മോശമൊക്കെ തന്നെയാണ്. ഇവിടെ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്. അത്യാവശ്യം ഒരു മജുണ്ട്. ബാക്കിയുള്ളടത്തൊക്കെ പറ്റ അടി പോയി കിടക്കാം. ചായ ചായ എന്നാ കുടിക്കില്ലേ, എന്നാ കുടിക്കില്ല. സമൂസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ സമൂസ നമ്മുടെ നാട്ടിൽ മാത്രം കേട്ടോ. ഇവിടെ ഇത് കച്ചവടം മടക്കി ഒറ്റ ഉണ്ടാക്കുന്ന സമൂസയാണ്. പക്ഷേ അതിന് കൊടുത്തോണ്ട് ടേസ്റ്റ് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചില കടക്കാർ പല ജാതി മസാല തേക്കുക. ഇവിടെ നല്ല ഒറ്റ മസാല കാരണം. പിന്നെ സോസ് ഉണ്ട്, വേണമെങ്കിൽ ചട്നി ആയിട്ട് തരും. ചട്നി അറിയുമ്പോൾ ഓല് ഇതാകെ മുറിച്ചിട്ടാണ്ട് ഓലെന്നെ മുറിച്ചിട്ടാണ്ട് ഒരു പാത്രത്തിൽ ഒരു 20 റുപ്യക്കോ 15 റുപ്യക്കോ തരും. ഇതാകുമ്പോൾ 10 റുപ്യ എടുത്താൽ മതി, സോസും ഉണ്ടാവും. ചിലയിടത്ത് സോസ് ഉണ്ടാവില്ല കേട്ടോ. ഇതാണ് മെച്ചം. ഗായ്സ്, നമ്മളെ ഇവിടെ ഹരിയാനയിലെ ഒരു ഏട്ടൻ ഇവിടെ ഹുക്ക വലിക്കണത് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ പുക വരുന്നത്. ये क्या है अंदर? अग्नि 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 दूसरा वो तमाकू है। ഓക്കെ, तमाकू है। എന്തോ ഒരു ചെറിയൊരു തമാക്കു പറഞ്ഞ ഒരു ഇതുണ്ട്. അതായത് ടൊബാക്കോ അതാണ് ടൊമാക്കു പറയുന്നത്. ഇത് അന്തർ പാനിയെ इसके अंदर पानी है। അടിയിൽ ചൂടുവെള്ളം ഉണ്ട് കേട്ടോ. അപ്പോൾ അഗ്നി അടിയിൽ കൂടെ പോയിട്ട് ചൂടുവെള്ളമൊക്കെ തിളച്ച് അവസാനം ഒരു ആവി വരും. ആ ആവിയാണ് വലിച്ചുണ്ടാക്കണേ. ഞാൻ ചായ വലിക്കണം കേട്ടോ. ഇത് നാച്ചുറൽ
നാച്ചുറല്ലേ. നമുക്ക് വേണ്ടി കാണിച്ചു തരട്ടോ. ഓ हाँ ऐसा होगा. തോട തോട കറങ്ങും എന്താ പറഞ്ഞ കേട്ടോ, തല കറങ്ങും എന്നൊക്കെ പറയേണ്ടവർ. ഇത് ഇവിടെ പൊതുവെ എല്ലായിടത്തും കണ്ടുവരുന്ന സംഭവം കേട്ടോ. ഹോട്ടലിലൊക്കെ ഉണ്ടാവും. ഹോട്ടലിൽ ഫ്രീ ആയിട്ട് കിട്ടും, പൈസ ഒന്നും കൊടുക്കണ്ട. ഇവിടെ ഈ തണുപ്പിനെ ഒരു പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടല്ല, അവരൊന്നും വെറും മടിയന്മാരായിട്ടല്ല. കൂട്ടവലി കേട്ടോ, ക്യാമറ ഉണ്ടാവും. ഇത് കൊടുത്ത മുട്ട വലിയ കേട്ടോ ഒന്നായിട്ട്. അപ്പോൾ വലിച്ച് തിന്ന് കടിച്ച് മുറിച്ചോ ഏതായാലും വലിച്ച് ചാന നിൽക്കണേ. എജ്ജാതി വലിയ അറിയാം. യുവർ ഏജ് एज मेरी 45 साल. ഇംഗ്ലീഷ് 45. 45. हाँ 45 വയസ്സായിട്ടാണ് ഈ വലിച്ചു തീർക്കുന്നത്. आपका नाम क्या है? वंश क्या? वंश वंश वंश. आपका? सुनी सुनील. लक्ष्य लक्ष्या. ഗായ്സ്, നമ്മളങ്ങനെ നാഷണൽ ഹൈവേ കൂടെ പിന്നെയും കയറിട്ടോ. നമ്മൾ ഉള്ളേരി പോയണ്ട്. അവിടെ നിന്ന് പറഞ്ഞു ഈ നാഷണൽ ഹൈവേ ബൈക്ക് കയറ്റാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു വാഗനർ കാറ് വന്ന് നിർത്തിയിട്ട് പറഞ്ഞു അങ്ങനത്തെ ഇതിൽ കൂടെ ഒക്കെ പോകണത് ആകെ കറങ്ങി കളിച്ചേണ്ടി വരും. നമ്മളാണെങ്കിൽ ആ ഹൈവേ കയറിക്കോളി ഒറ്റയടിക്ക് അവിടെ ചണ്ഡീഗർ എത്താം. ചണ്ഡീഗർ പോകണേ അവിടെ നിന്ന് കുറച്ച് മുന്നേ അടുത്തേക്ക് തിരിഞ്ഞാൽ പഞ്ചാബൊക്കെ എത്താറുണ്ട്. അപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ കരുതി. അപ്പോൾ നമ്മൾ ഹൈവേ എന്നൊരു നായ്ക്കുട്ടനെ കണ്ടിട്ടോ. അപ്പോൾ നായ്ക്കുട്ടൻ നമ്മളെ കണ്ടിട്ട് വന്നാണോ അതിൽ കൂടെ പാസ് ചെയ്ത് പോവേനി. അപ്പോൾ ഒന്ന് തിന്നാൻ വേണ്ടി കയറി നമ്മുടെ അടുത്തേക്ക്. ആ ആയിക്കോട്ടെ എന്നാ ബൈക്ക്. നമ്മൾ കടലമുട്ടായി മേടിച്ചു കേട്ടോ. കടലമുട്ടായി 30 രൂപയ്ക്ക് ഒരു കിൻഡൽ കിട്ടും ഇവിടെ. ഒറിജിനൽ സാധനം. മെയ്ഡ് ഇൻ ഹരിയാന. പിന്നെ ഇതിൻ്റെ ഇടയിൽ കാണുന്നത് നല്ല ഫ്രഷ്, എന്താ അറിയില്ല, ഫ്രഷാണെന്ന് തന്നെ അറിയില്ല കേട്ടോ. ചകതെന്ത് സംഭവം പഞ്ചാര വെള്ളം കയറണേ. കരിമ്പ് കേട്ടോ. കരിമ്പ് കലക്കി പറഞ്ഞാണ്. ഈ കാണാൻ മൊത്തം കരിമ്പാട്ടോ. കാട്ടി കൊടുത്താ രണ്ടാണ്. ഇതിന് 30 രൂപ കേട്ടോ. ഓൻ പോയി. ഓഞ്ഞ് കിട്ടോ ഇല്ല എന്നങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് കാട്ടി കൊടുക്കേ. വാട്ടം പൊടിച്ചെങ്കിൽ നിന്ന്. അപ്പോൾ പിന്നെ കൊടുത്താ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. हमको हरियाणा नहीं मालूम है. हिंदी आती है ना. थोड़ा बोलिए. आप केरला से हो ना. താങ്ക് യു यार दोनों का ഗായ്സ്. പിന്നെ അത് ഈ ഹൈവേയിലുള്ളൊരു പ്രത്യേകത കേട്ടോ. 10 കിലോമീറ്റർ കൂടുമ്പോൾ ഒരു സെറ്റപ്പ് ഉണ്ട്. അതായത് പെട്രോൾ പമ്പ്, അതുപോലെ തന്നെ ബാത്റൂം, അതുപോലെ തന്നെ ഹോട്ടൽ ഒക്കെ ഒരുമിച്ച് സെറ്റപ്പ്. അല്ലാതെ എവിടെയും കിട്ടൂല കേട്ടോ. ഈ ബാത്റൂം പറഞ്ഞാൽ പുട്ട ബാത്റൂമാണ്. ലേഡീസ് ജെൻസ് അതിനുള്ളിൽ കയറിയാൽ തന്നെ ഒരു സ്വർഗത്ത് കയറിയ മാതിരി എല്ലാ സെറ്റപ്പും ഉണ്ട്. അപ്പോൾ ഇതാട്ടോ ഹൈവേ. ഇവിടെ ഫുള്ള് പെയിൻ്റ് കടിച്ച് സെറ്റാക്കിയിട്ടുണ്ടോ ഇന്ത്യൻ്റെ സംഭവമൊക്കെ. क्या है ये कैमरा कितने का है? ये 50,000 का। हाँ कितने का बता दो। आप वीडियो कर रहे हो? हाँ यूट्यूब पर। अच्छा
इतना महंगा? हाँ अब हमारी रिकॉर्डिंग हो रही है? हाँ अच्छा। हाँ। वाह जी वाह। आपसे मेरी कहाँ से हो आप? केरला केरला केरला। हाँ। तो आप तो यार एडिटिंग कर दोगे, हमारी वीडियो काट दोगे। क्या एडिट करके हमारी वीडियो काट दोगे, समझे नहीं? वीडियो कट कर दोगे ना ये हमारे क्लिप। ठीक है ये ओ यार सब्सक्राइब कर देते हैं ये आप लोग हैं। ये तो आप हो और वो भैया तो यार सब्सक्राइब करके बेल आइकन ऑन कर देते हैं। हाय ये भैया के साथ लो। ഈ ഭയ്യ ഒരു आपका नाम प्रवीण। പ്രവീണായിട്ടുള്ള ഒരു ഭയ്യനെ കിട്ടിയിട്ട് നമുക്കിവിടെ ഹരിയാനയിൽ നിന്ന് ഒരു ഭയങ്കര സപ്പോർട്ട് നമ്മളെ വീഡിയോ ഒക്കെ നാളെ കാണാം, വീഡിയോ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ടോ ചാനൽ. അപ്പോൾ നാളെ മുമ്പ് വീഡിയോയിൽ പെടുത്തണം പറഞ്ഞിട്ടാണ് നമ്മളെ വീഡിയോ എടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ठीक है कल वीडियो में ठीक है. ओके थैंक यू ओके ब्रो थैंक यू. ഗായ്സ് അങ്ങനെ ഹരിയാനയിൽ ഒരു പെട്രോൾ പമ്പിൽ കേട്ടോ. ഹരിയാന പെട്രോൾ പമ്പിൽ എത്ര എമൗണ്ട് അറിയാമെങ്കിൽ അല്ല പെട്രോൾ റേറ്റ് എത്ര അറിയാം നോക്കിക്കോളെ. 97 രൂപ ലിറ്ററിന്, 97.15 പൈസ കേട്ടോ. 97.99 അല്ലേ നമ്മുടെ നാട്ടിലുള്ള പോലെ അവിടെയും തട്ടിപ്പ് നടന്നിട്ടില്ല. 97.15 ഒരു ലിറ്റർ പെട്രോളിന്. നമ്മുടെ നാട്ടിൽ എത്രയാണ്? 108-109 റേഞ്ച്. ആ റേഞ്ചിലാട്ടോ. ഇനി ഡീസലിൻ്റെ പ്രൈസ് കാണിച്ചു തരാം. ഡീസലിന് എത്രയാണെന്നുള്ളത്. ഡീസലിന് 90 റുപ്യ കേട്ടോ. 80 അല്ല 90 റുപ്യ ഡീസൽ. നമ്മുടെ നാട്ടിൽ 99 അങ്ങാനുണ്ടോ ഡീസലിന്. പിന്നെ അപ്പോൾ ഇവർ പറയണത് ഡീസലിന് എത്ര റേറ്റ് കുറയാൻ, ഡീസലും പെട്രോളിനൊക്കെ റേറ്റ് കുറയാൻ കാരണം ചെറിയ സംസ്ഥാനം ആയതുകൊണ്ടാണ്, ടാക്സ് കമ്മിയാണെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ മുമ്പത്തെ രാജസ്ഥാനിൽ 108 ഉറുപ്പ്യൊക്കെ തന്നെ ഉണ്ടോ. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മളെ കേരളത്തിൽ 100 റുപ്യേന് വരാൻ പാടില്ലല്ലോ. കാരണം നമ്മളെ സംസ്ഥാനം ചെറിയ സംസ്ഥാനം തന്നെയാണല്ലോ. ഏകദേശം ഹരിയാനൻ്റെ ലെവലിലുള്ള സംസ്ഥാനം ഉണ്ട് നമ്മളത്. അപ്പോൾ ഒരു പുടുത്തമുട്ട പമ്പിലായിട്ട് നമ്മൾ നിൽക്കണത്. എത്ര വാരി അറിയാം അങ്ങേ തലക്കിൽ അവിടെ തന്നെ ഇപ്പോൾ ഒരു 3-4 എങ്ങാനുണ്ട് പെട്രോൾ അടിക്കാനുള്ള സെറ്റപ്പ്. ഇവിടെ നോക്കി ഇവിടെ വായി എന്തൊക്കെയാണ് പറഞ്ഞത്, നമ്മളെ വർത്താനം കേട്ടാണ്ട് ആകെ തലറങ്ങുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊരു പുടുത്തമുട്ട ഹൈവേ കേട്ടോ. ഈ ഹൈവേയിലുണ്ടല്ലോ നമ്മൾ ഇടക്ക് പോയാണ്ട് പെട്രോൾ അടിക്കാനും കക്കൂസ് പോകാനുള്ള സെറ്റപ്പൊന്നും ഇല്ല കേട്ടോ. ഒരു 10 കിലോമീറ്റർ കാര്യം 20 കിലോമീറ്ററിൻ്റെ ഇടയിലൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ ഹൈവേ കയറിയിട്ട് ആദ്യമായിട്ടാണ് ഒരു പെട്രോൾ പമ്പും പിന്നെ അതേപോലെ ഇവിടെ എല്ലാ സെറ്റപ്പും ഉണ്ട്. ഹോസ്പിറ്റലുണ്ട്, അത് തന്നെ ഹോട്ടലുണ്ട്, എല്ലാ സെറ്റപ്പും ധാബ പലജാതി അതൊക്കെ ഒരു സ്ഥലത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ വലിയൊരു അങ്ങാടി ടൗൺ ഭാഗത്തൂടെ അല്ലേ പോകുന്നത്. ഇതിൻ്റെ ഹൈവേ പറഞ്ഞാൽ പുടുത്തം പുട്ട ഹൈവേ ആട്ടോ. സ്ട്രെയിറ്റ് റോഡ് ഒരു 150 എന്നല്ല എത്ര 200 കിലോമീറ്റർ അങ്ങനെ സ്ട്രെയിറ്റ് റോഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഇതൊക്കെ കണ്ടിട്ട് കുറച്ച് ആൾക്കാർ പുടുത്തമുട്ട സംശയം. या पहुंच जाएगा कश्मीर है। हाँ उबड़ खुबड़ रास्ता मगर हाँ देख दे रहा है मर रह जाए यार। हैं? चला गया इधर इतना दूर आया ना केरला से. अरे इतनी तो रोड़ा पर का आया का कया किसी रास्ते में रह जा पहाड़ा पर गए। अब हिंदी बोलते दूसरा लैंग्वेज है, हरियाणा लैंग्वेज है वो समझे नहीं. लोगों हमारे तक तो साफ रास्ते में का आया है। हाँ हाँ आगे पहाड़ा में कदे या जवाब दे जा चल चाहिए गाड़ी. हाँ ऊबड़ खाबड़ रास्ते हैं जैसे आगे कश्मीर में। कश्मीर में मुश्किल है मालूम नहीं, देखेगा अब वही चीज़ तो मैं पूछ रहा हूँ ना तेरे से हाँ, 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 कि वहाँ पे चल जाएगी या नहीं चलेगी। हाँ देखेगा स्लोली. ഓയിൽ എത്തണോ? है इधर ऑयल चेकिंग है, ऑप्शन है इधर. नहीं ऑप्शन ഓക്കെ ഗായ്സ് നമ്മളങ്ങനെ മറ്റേ ബാബുവിൻ്റെ അവസ്ഥ കേട്ടപ്പോൾ കാശ്മീർ പോകാനും പറ്റുക പിന്നെ കേരളത്തേക്ക് പോകാനും പറ്റുക. അതായത് ബാബു മലൻ്റെ മുകളിൽ കയറിയാണ്ട് പിന്നെ ഇറങ്ങാനും പറ്റുക കയറാനും പറ്റുക അവസ്ഥ കേട്ടോ. ഹെലികോപ്റ്റർ കിട്ടിയ വലിയ ഉപകാരം. ആകെ പെട്ടി കിടക്കാണ്. പുടുത്താണ് പൂട്ടി ചെന്ന അവസ്ഥയാണ്. എല്ലായിടത്തും നോക്കിയാലും പച്ചപ്പ് മാത്രം. പിന്നെ ഊട്ടിയിൽ നിന്ന് നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങാം. നമ്മളെ നാട്ടിൽ ഇറങ്ങിയ സാധാ ഒരു ഇതായി തണുപ്പ് പോയി കിട്ടി. ഇതിപ്പോൾ ഇറങ്ങാനും വെച്ചാൽ കയറാൻ പറ്റും വെച്ചാൽ കുട്ടിങ്ങോട്ടാകെ. പിന്നെ എന്താ എവിടെ നോക്കിയാലും ഈ റോഡാണ്, എങ്ങോട്ട് നോക്കിയാലും ഈ റോഡ് മാത്രമേ ഉള്ളൂ. ഒരു ഹോട്ടലോ തേങ്ങയും മാങ്ങിയൊന്നും ഇല്ല ഇവിടെ. പിന്നെ അപ്പോൾ ഇന്നത്തെ ഫുഡ് കാട്ടി കൊടുത്താൽ
ഉച്ചക്കത്തെ ഫുഡാട്ടോ കാണേ. ഇതന്നെ വേങ്ങി വെച്ചാണ് നന്നായി മക്കളെ. നമ്മൾ രാവിലെ വേർത്തുനിന്ന് കണ്ടപ്പോൾ വാങ്ങിയതാണ്. മെച്ചമായിട്ട് എന്തായാലും ഇവിടെ ഒന്ന് ഹോട്ടലൊരു സംഭവമല്ല. കാരണം ഒരു 150 കിലോമീറ്റർ സ്ട്രെയിറ്റ് ഹൈവേ, അത് നാഷണൽ ഹൈവേ ആണ്, പുടുത്തംപുട്ട ഹൈവേ, സ്റ്റേറ്റ് ഹൈവേ ഒന്നല്ല കേട്ടോ. ഒന്നും കിട്ടില്ല. റോഡിൻ്റെ സൈഡിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പറ്റൂല, അമ്മാതിരി റോഡാണ്. ഇപ്പോൾ ആദ്യത്തെ ഒരു റോഡ് സൈഡിൽ നിന്ന് മൂത്രമൊഴിക്കാൻ പറ്റുന്ന റോഡ് ഇപ്പോഴാണ് കണ്ടു കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ മൂത്രമൊഴിക്കാനും പറ്റില്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു 10-20 കിലോമീറ്റർ കൂടുമ്പോൾ ഹൈവേൻ്റെ ഭാഗമായിട്ടുള്ള ഹോട്ടലും പിന്നെ ബാത്റൂമും പമ്പും വരും. 50ന്റെ മേലുണ്ട് ഞാൻ നോക്കി. അപ്പോൾ ആ പമ്പ് വരുമ്പോൾ മാത്രമേ നമുക്ക് അവിടെ മൂത്രമൊഴിക്കുള്ള സെറ്റപ്പ് ഉള്ളൂ. അത് 50 കിലോമീറ്റർ ഇടവിട്ടൊക്കെ വരുന്നത്. ഭയങ്കര ടാസ്ക് തന്നെ കേട്ടോ. പിന്നെന്താ വെച്ചാൽ ആ ഹോട്ടല് അറക്കലാണ്. പുറത്തുമുട്ട കത്തിയാണ്. വമ്പൻ പ്രൈസ് ഒക്കെ. ബർഗർ, തേങ്ങ, മാങ്ങാത്ത ഐറ്റംസ് ഉള്ളു. ചോറും മറ്റേ മീൻകറിയും ചാളക്കറി മത്തിക്കറി ഒന്നും കിട്ടൂല കേട്ടോ. അപ്പോൾ ഇത് കഴിക്കട്ടെ നമുക്ക്. ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളതുണ്ടല്ലോ ഇവിടുത്തെ പള്ളിക്കത്തെ ഏതോ ഒരു മൂല്യാരെ വീട്ടിലാണ് കേട്ടോ. ഫുഡ് കഴിക്കാൻ വന്നാണ്. ജമാഅത്ത് കഴിഞ്ഞ് ഇശാ ജമാ കഴിഞ്ഞു. അപ്പോൾ ഒരു പെരയിൽ നിന്ന് ഫുഡ് കഴിക്കാറുണ്ട്. നമ്മൾ പെര കാണിച്ചു തരാം കേട്ടോ. പെരയിൽ എന്തോ റൊട്ടിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വേണ്ടെന്നൊക്കെ പറഞ്ഞാണ്, പക്ഷേ സമ്മതിച്ചണ്ടേ. എല്ലാത്തിനും അധികം ആൾക്കാരുടെ അവർ ഫുഡൂല. മാരി നിസ്കാരം കഴിഞ്ഞാൽ ഇവിടെ മിക്സർ കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. ആണെങ്കിൽ പോരി. മാരി നിസ്കാരം കഴിഞ്ഞാൽ മിക്സർ, ബിസ്ക്കറ്റ്, ചായ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് നിശാവാൻ കൊടുത്ത് അപ്പോൾ തന്നെ നിശാസ്കാരം കഴിഞ്ഞ് പിന്നെ റൊട്ടി. പിന്നെ നാളെ നേരം പുള്ളി സുബൈക്ക് 4 മണിക്ക് നീച്ചണം. ഫുൾ സെറ്റപ്പാണ് അവിടെ. ഇവിടെ വന്ന് സാറായിട്ട് ഒരു ഒലരാനും പോകണ്ട. ഇവിടെ വന്നോളി സാറായിട്ടൊക്കെ പഠിച്ചാൽ. ഇതാണ് സ്ഥലം. ഇവിടെ ഹരിയാന ബോർഡറാണ്. ഹരിയാന പഞ്ചാബ് ബോർഡറിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ വീടൊന്നും വേണ്ട കേട്ടോ. വീട്ടിൽ നമ്മൾ ചെരുപ്പൊക്കെ കേട്ടോ. കാരണം അടി ടൈൽസ് ഒന്നും ഇട്ടിട്ടില്ല. പേര അടിപൊളി സെറ്റപ്പാണ്. ചില ആൾക്കാർ പേരൊക്കെ അടിപൊളി കേട്ടോ. അപ്പോൾ ഈ വഴിക്കൂടിയിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നത്. ഈ വഴിക്കൂടെ വന്നിട്ട് സ്റ്റെപ്പൊക്കെ കയറി ഇതൊരു മലയാളി കൊടുത്തിരിക്കണ്. അവിടെ ബാത്റൂം, അവിടെ അടുക്കളയാണ്. അങ്ങോട്ട് പോകണില്ല, അടി കിട്ടും. പിന്നെ ഫാനൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര തെണ്ടിയാണ് ഇവിടെ. തെണ്ടി മീൻസ് തണുപ്പ്. ഭയങ്കര തെണ്ടി ഏരിയയാണ് ഇതൊക്കെ. ഭയങ്കര സ്നേഹം കേട്ടോ അവർക്ക്. ഹലോ ബൈസാബ്. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയുള്ള വെച്ചാൽ ഹരിയാനയുടെയും പഞ്ചാബിൻ്റെയും ബോർഡറിലായ സ്ഥലത്തിൻ്റെ പേര് കറക്റ്റ് തൊള്ള കിട്ടണില്ല. അപ്പോൾ ഇവിടെ ഒരു പള്ളിയിലാണ് കയറിയിരിക്കുന്നത്. ഇത് പള്ളിയാണോന്ന് എൻ്റെ ഐഡിയ ഇല്ല. ഇനി ഇവിടെ പള്ളി അന്വേഷിച്ച് പോയപ്പോൾ വൈക്കിലൊരു മുനാരം കണ്ടു. ആ മുനാരം കണ്ടിട്ട് സിഖുകാരൻ മുനാരാണോ ഇത് ഏത് മുനാരാണെന്ന് മനസ്സിലാവണില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ മൂല്യാരുണ്ട്. പോയില്ലേ ക്യാമറ? മൂല്യാർ. അതായത് നമ്മളെ റൂമിൽ നമുക്കൊരു റൂം നിൽക്കണേ. ആ റൂം പറഞ്ഞാൽ അവിടെ കാതേരെ റൂമാണ്. അപ്പോൾ കാതേരുണ്ട് അവിടെ. കാതേര വയസ്സായൊരു കാക്കയാണ്. അപ്പോൾ മൂപ്പരൊരു കട്ടിൽ, നമ്മൾ രണ്ടാൾ വേറെ കണ്ടിൽ കട്ടിൽ. അപ്പോൾ ഒന്ന് രാത്രി ഇവിടെ ഒക്കെയാണ് കേട്ടോ. അപ്പോൾ കുറേ സംഭവങ്ങൾ പറയുകയാണെങ്കിൽ പിന്നെ ഇവിടെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഞായറാഴ്ച ഇവിടെ സ്പെഷ്യൽ ഡേ ആണ്. അതായത് സിക്റും സ്വലാത്തൊക്കെ ഉണ്ട്. അപ്പോൾ മഗ്‌രിബ് നിസ്കരിച്ചപ്പോൾ തന്നെ ഇവിടെ കുറേ മുട്ടായും ചീരണിയും ചായയും. അത് കഴിഞ്ഞ് പിന്നെ ഇശാ ബാങ്ക് നിസ്കരിച്ചിട്ട് പിന്നെ മൂപ്പരെ പെരീക്കലാറ് ഇവിടെ വേറൊരു മൂല്യരുണ്ടായിരുന്നു. അത്യാവശ്യം പ്രായം കുറഞ്ഞൊരു മൂല്യര്. മൂപ്പരെ പെരീ പോയാണ്ട് എന്താ പറയുക, ചപ്പാത്തി, പിന്നെ പനീർ, പിന്നെ റൊട്ടിക്ക് പനീർ കറി, പിന്നെ സ്വീറ്റ് റൈസ് ഉണ്ടായിനി മധുരം. അതായത് കപ്സിൻ്റെ റൈസ്, ബസ്മതിൻ്റെ അരി, അതിക്ക് മധുരം, മഞ്ഞ കളറായ അരി ചോറാണ് കണ്ടപ്പോൾ. എന്തെങ്കിലും മന്തി രീതി കഴിച്ചു നോക്കിയപ്പം ഭയങ്കര മധുരം. അപ്പം പുട്ടും എക്സ്പീരിയൻസ് ആയിട്ടൊന്ന് നമ്മൾ വിചാരിച്ച മാതിരിയൊന്നുമില്ല. സംഭവങ്ങൾ ഒക്കെ വെറൈറ്റി ആയിട്ട് നടന്നു. നമ്മളൊന്നിപ്പോൾ ആകെ ചടച്ചൊക്കെ നിർത്തി പറഞ്ഞാൽ. അതായത് തണുപ്പുകൊണ്ട് അങ്ങേതലാണ്. ഇപ്പോൾ ഒന്ന് ഇവിടെ ഫുൾ സെറ്റപ്പ് ഉണ്ട് കടന്നുറങ്ങാനുള്ളത്. ഫുൾ സ്റ്റാറായിട്ട് കടന്നുറങ്ങാം. അപ്പോൾ നാളെ ഫുള്ളായിട്ട് കാണിച്ചിട്ട് ഏരിയകളും ഇവിടുത്തെ മൂല്യന്മാരൊക്കെ ഒക്കെ വടാറും മൂല്യന്മാരാണ്, ചില്ലറ മൂല്യന്മാരൊന്നുമില്ല. അപ്പോൾ നമുക്ക് അടിപൊളി വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.